സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് നിമ്മി മാം ആണ്, വൺ ഓഫ് അവർ ട്യൂട്ടേഴ്സ് ഓഫ് NSRSC. അപ്പോൾ മാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയൂ, നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്. ഹലോ വ്യൂവേഴ്സ്, ഞാൻ നിമ്മി. പോൾവിൻ പറഞ്ഞതുപോലെ തന്നെ NSRSCയിൽ ഇപ്പം ഞാൻ ഓസ്കി ട്യൂട്ടേഴ്സ് അതുപോലെ തന്നെ IQ ആൻഡ് തിയറി ക്ലാസ്സസിലും ഹെൽപ്പ് ചെയ്യുന്നു. സോ എൻ്റെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2003 ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പാസ് ഔട്ട് ആയതാണ്. ബട്ട് എനിക്കൊരു കുറച്ച് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ന്യൂസിലൻഡിൽ വീണ്ടും വന്ന് എനിക്ക് നഴ്സിംഗ് ചെയ്യേണ്ടി വന്നു. സോ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ ഒരു 7-8 ഇയേഴ്സായിട്ട് ഞാനിവിടെ ഇപ്പോൾ ന്യൂസിലൻഡിലുണ്ട്. കറൻ്റ്ലി ഞാൻ ക്രൈസ്റ്റ് ചർച്ച് ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ മാം, ഈ വർഷം നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ നമ്മുടെ ഫോമാറ്റ്സ്, ഓസ്കിയുടെ ഫോമാറ്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ഇവരിങ്ങനെ ചേഞ്ച് ആക്കുന്നതെന്ന് വെച്ചാൽ മാമിന് എന്താ പറയാനുള്ളത്? ഒരു കറക്റ്റ് റീസൺ ഇവൻ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ഭാഗമായിട്ടാണ് നഴ്സിംഗ് കൗൺസിൽ സാധാരണ ഇവൻ ചെറിയ ചേഞ്ചസ് പോലും അവരുടെ ഓരോ എന്താ പറയുന്നത് അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലും ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പല ഇവൻ ഓസ്കി എക്സാമിനേഴ്സിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവൻ നമ്മുടെ ഓസ്കി എഴുതാൻ വരുന്ന സ്റ്റുഡൻസ് ഒക്കെ അവർ പലപ്പോഴും ഈ പറയുന്ന സിനാരിയോസ് ഒക്കെ ലീക്ക് ഔട്ടായി അവർ ഓൾറെഡി അതെല്ലാം പഠിച്ച് പ്രിപ്പയർഡായിട്ട് വന്ന് ഒരു എന്നിട്ട് പറഞ്ഞ ബൈ ഹാർട്ടായിട്ട് വന്ന് പെർഫോം ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്തു. സോ അതും കൂടിയാണ് ഇങ്ങനെയൊരു സ്റ്റെപ്പ് നഴ്സിംഗ് കൗൺസിൽ വിതിൻ ലാസ്റ്റ് 6 മന്തിൽ തന്നെ ഒരു പെട്ടെന്നൊരു സഡൻ ചേഞ്ച് ഈ ഓസ്കി സിനാരിയോസിലും ഈ സ്റ്റേഷൻസിലും കൊണ്ടുവന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ റീസൺസ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ സിനാരിയോസ് മാറ്റിയിരിക്കുന്നത്? എന്തൊക്കെ ഫോർമാറ്റ്സ് ആണ് ഇവർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്? പോൾവിൻ ഇതിൽ ഈ പറയുന്ന 10 സ്റ്റേഷൻസിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അവർ. ഈവൻ ഒരു സിമ്പിൾ കാര്യമായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നേരത്തെ സ്റ്റുഡൻസ് ഓസ്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അതിലൊരു സ്റ്റേഷനായിരുന്നു ക്ലിനിക്കൽ സ്കിൽസ്, അതായത് ഡ്രസ്സിങ് ചേഞ്ച്. ആ ഒരു സ്റ്റേഷനിൽ നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു വൂണ്ടായിരുന്നു അവർക്ക് മാനേജ് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയിൽ സിംപ്ലി ചെയ്യുവാണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ അവർക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടി വരുന്നത് ഒരു ഇൻഫെക്റ്റഡ് വൂണ്ടാണ്. സോ അതുപോലെ ഓരോ സിനാരിയോസിലും അവർ ഓരോ സ്റ്റേഷൻസിലും ഓരോ കാര്യങ്ങളും അവർ പിക്ക് ചെയ്ത് അതിന് അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഈവൻ ഈ പറയുന്ന 10 സ്റ്റേഷൻസിലും അവർ ആ ഒരു ചേഞ്ചസ് ഉൾപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്.